രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഓടിപ്പോയത് എൻ്റെ പ്ലാൻസ് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 വീക്ക് മുന്നേ ഞാൻ ഹിമാചൽ ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് കുറേ പ്ലാൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാനത് ജിഫിയിലൊക്കെ വെച്ച് റൂട്ട് വരാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ റൂട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് വേഗം അത് വെക്കണം. എനിക്ക് ഈ പ്ലാൻസ് ഒന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എന്നെ അറിയുന്നവർക്ക് അറിയാം, എൻ്റെ ചുറ്റും എപ്പോഴും ഓരോ പ്ലാന്റ് എനിക്ക് വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളിലെടുത്തൊക്കെ പച്ചപ്പ് കാണണം എനിക്ക്. അങ്ങനെ വീട് കഴിഞ്ഞ് ഞാൻ കാടാക്കാൻ പോവാണ്. അതൊക്കെ ഞാൻ കൗഡങ്ങും കൊക്കോബിറ്റും ഒക്കെ മീഷോന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അമ്മാമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കുളിക്കാന്നൊക്കെ വിചാരിച്ച് പോയപ്പോഴാണ് എൻ്റെ അവിടെ ബോഗൻവില്ല വീട് കിടക്കണത് കണ്ടത്. അപ്പൊ അതൊക്കെ സെറ്റ്. ഇതാണ് എൻ്റെ ചുട്ടുമുട്ടും. അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴാണ് അമ്മാമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ മേതൂട്ട് അതേപോലത്തെ മയിൽ വന്നിട്ടുണ്ട്, വന്നോ കാണാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇതിനെ ലൈവായിട്ടൊന്നും കണ്ടിട്ടില്ല, സൂലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ അതിന് എന്നെ കാണാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതെന്നെ കണ്ടപ്പോഴേക്ക് ഓടി പോയിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ നിന്നിട്ട് ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോ പതിവ് പോലെ ഈ മന്തിൽ ആള് വന്നിട്ടുണ്ടായിരുന്നു. നല്ല പെയിനുള്ള കാരണം ഞാൻ കിടന്നുറങ്ങി. എണീറ്റ് കഴിഞ്ഞപ്പോ കിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, മേതു വാതിൽ തുറക്കും, ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. സർപ്രൈസ് എനിക്ക് യൂഷ്വലാണ്. ഞാൻ എല്ലാ പീരീഡിന്റെ സമയത്ത് എനിക്കറിയാം അവൻ എന്തെങ്കിലും ചോക്ലേറ്റോ ഫുഡോ എനിക്ക് സെൻഡ് ചെയ്ത് തരുന്നുള്ളത്. എവിടെയാണെങ്കിലും എനിക്ക് ഈ സാധനം പീരീഡിന്റെ സമയത്ത് എത്തുട്ടോ. അവനെ കണ്ടപ്പോ തൊട്ട് അവൻ അങ്ങനെയാണ്. പക്ഷെ സർപ്രൈസ് ഈ പ്രാവശ്യം മാറിപ്പോയി. എല്ലാ പ്രാവശ്യം ഫെറാറിയും ഡയറി മിൽക്ക് അല്ലെങ്കിൽ എന്ത് ഫുഡൊക്കെ ആവാറ്. ഈ പ്രാവശ്യം ഗുലാബ് ജാമുൻ ആയിരുന്നു കേട്ടോ. പണ്ട് ഞാൻ പറഞ്ഞു, ഒരു 2-3 മാസം മുന്നേ ഞാൻ പറഞ്ഞു ഗുലാബ് ജാമുൻ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ എല്ലാ വീക്കിലും എനിക്കിപ്പോ ഗുലാബ് ജാമുൻ അയച്ചു തരലാണ് അവന്റെ പണി. അവൻ മേടിച്ചെന്ന കാരണം ഞാൻ തിന്നു. ഞാൻ പറഞ്ഞു ഇനി ഇത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പാരന്റ്ലി എനിക്ക് ഇന്നത്തെ ദിവസം അത്ര സുഖമില്ല. അപ്പൊ കുറച്ച് എപ്പിസോഡ് കാണാനുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞാൻ വീണ്ടും ദേ കിടക്കാൻ ട്ടോ.